നമ്മളിന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി സോളിഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ഇല്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻസുകൾ മാത്രം പഠിച്ചുകൊണ്ട് പോകരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ എപ്പോഴും എക്സ്ട്രാ ക്വസ്റ്റൻസുകൾ എല്ലാ ചാപ്റ്ററിലും ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിൽ എത്തുമ്പോൾ പുതിയ പുതിയ ക്വസ്റ്റൻസുകൾ കണ്ട് പേടിക്കാതെ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് അറിയാവുന്നൂടെ മിക്കതും മറന്നു പോകും മക്കളെ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിത്തം നിർത്തരുത്. എന്തായാലും എക്സ്ട്രാ ക്വസ്റ്റൻസുകൾ പലയിടത്തുനിന്ന് കിട്ടുന്നതിനെ പ്രാക്ടീസ് ചെയ്തോണം. ഓക്കെ, അതിൽ പെടുന്ന ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ് ഇത്. മാക്സിമം നിങ്ങൾ നല്ലതായിട്ട് പഠിച്ച് ഒന്ന് ബുക്കിലോട്ട് എഴുതി വെക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാവുന്ന ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ വരും. പിന്നെ ഫുൾ ക്ലാസ്, ഫുൾ ചാപ്റ്റേഴ്സ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ ജോയിൻ ചെയ്യാം. നന്നായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയുള്ള രീതിയിൽ കൂടെ ഫുൾ മാർക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. ബേസ് ഏരിയ ഓഫ് എ സോളിഡ് കോൺ ഈസ് 144 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഒരു സോളിഡ് കോൺ ആണ്. ഇതിന്റെ ബേസ് ഏരിയ. ഓക്കെ, അപ്പൊ സോളിഡ് കോൺ ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? ഇതാണ് നമ്മുടെ കോപ്പർ ബേസിൽ, കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോണാന്ന് വിചാരിക്കുക. ഇതിന്റെ ബേസ് ഏരിയ ആണ് കേട്ടോ. ഈ ബേസ് എന്ന് പറയുമ്പോൾ ഏത് ഷേപ്പിലാ മോനെ? സർക്കിൾ. അതുകൊണ്ട് ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ, അതാണ്. അപ്പോൾ പൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 144 പൈ. അപ്പൊ ബേസ് ഏരിയ തന്നു കഴിഞ്ഞാൽ അയാളെ നമ്മൾ പൈ ആർ സ്ക്വയർ ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ പൈ അങ്ങ് വെട്ടിപ്പോയി നോക്കി ഇങ്ങനെ പായ് വെട്ടിപ്പോയി. അപ്പൊ ആർ സ്ക്വയർ ഈക്വൽ ടു 144. ആർ ഈക്വൽ റൂട്ട് ഓഫ് 144. എത്ര മോനെ? 12. ഓക്കെ, ആറ് കിട്ടി. അപ്പൊ ഒന്നാമത്തെ കാര്യം കിട്ടി മോനെ, എന്താണ്? റേഡിയസ്. ഓക്കെ, ഇതവർ ഇങ്ങനെ അവര് തരുന്ന ഓരോ കാര്യത്തിലും നമുക്ക് ഓരോരുത്തരെ കിട്ടാനുണ്ട് മോനെ. ചുമ്മാ അതങ്ങ് ചെയ്തു പോയാൽ മതി. പക്ഷെ കാര്യം ഒന്ന് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത് തന്നിരിക്കുന്നത് എന്താ മോനെ? CSA, കർവ്ഡ് സർഫസ് ഏരിയ അല്ലേ? നമ്മുടെ വക്രതല വിസ്തീർണം. ദാറ്റ് ഈസ് 240 ആണ്. ദാറ്റ് ക്യാൻ ബി പൈ ആർ എൽ ഈക്വൽ ടു 240 പൈ. എപ്പോഴും അതാണ്. CSA തന്നു. CSA തന്നു എന്ത് ചെയ്യണം? പൈ ആർ എൽ. കർവ്ഡ് സർഫസ് ഏരിയ എന്നാൽ പൈ ആർ എൽ, ബേസ് ഏരിയ എന്നാൽ പൈ ആർ സ്ക്വയർ. ഓക്കെ, ഇവിടുന്ന് പൈ ക്യാൻസൽ ആയി പോനെ. ബാക്കി 6 ഇൻറ്റു എൽ അല്ലേ? 6 ഇൻറ്റു എല്ലിനുള്ളിൽ 6 എത്ര കിട്ടി? 12. അപ്പൊ 12 ഇൻറ്റു എൽ ഈക്വൽ ടു 240. Therefore, L equal to 240 divided by 12. എത്ര മോനെ? 12 കൊണ്ട് 24 വിട്ട് 2, ഈ 0 കൂടെ ചേർത്താൽ 20. അപ്പോൾ അതും കിട്ടി. അപ്പൊ നമ്മുടെ ആരൊക്കെയായി മോനെ? 6മായി എല്ലുമായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരെ കണ്ടുപിടിക്കണം മോനെ? ഹൈറ്റിനെ കണ്ടുപിടിക്കണം. ഹൈറ്റിനെ കണ്ടുപിടിക്കാൻ നമ്മുടെ h ഈസ് ഈക്വൽ റൂട്ട് ഓഫ്, എന്തായിരുന്നു ഫോർമുല? എളുപ്പം ഓർത്ത് പറഞ്ഞേ. What is the height of a cone? Root of L square minus R square. Okay, that is L square minus R square എന്ന ഫോർമുല എഴുതുക. L ഇവിടെ എത്ര മോനെ? 20 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. ഓക്കെ, 20ന്റെ സ്ക്വയർ 12ന്റെ സ്ക്വയർ. എളുപ്പം ഒന്ന് സ്ക്വയർ ഒക്കെ എന്ന് പറഞ്ഞാൽ 20ന്റെ സ്ക്വയർ എത്ര മോനെ? 400. ഓക്കെ, 400 144 156 ഇല്ല, സോറി 256 ഉണ്ടാവും. ശരിയല്ലേ? 400 നിന്നും 144 പോയി കഴിഞ്ഞാൽ 256 റൂട്ട് എളുപ്പം. 256ന്റെ റൂട്ട് എളുപ്പം വരട്ടെ ഇങ്ങോട്ട്. ഇങ്ങനെ പഠിച്ചു വെക്കണം. 256 റൂട്ട് എത്ര മോനെ? 16. ഓക്കെ, അപ്പോൾ അവനെ കിട്ടി. അപ്പൊ നമ്മുടെ ഹൈറ്റും റേഡിയസും എല്ലാം കിട്ടി. ഓക്കെ, ഇത്രയൊക്കെ മനസ്സിലായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കത് കിട്ടി. നെക്സ്റ്റ് എന്താ മോനെ? ഫൈൻഡ് വോളിയം. ഓക്കെ, കണ്ടുപിടിച്ചേക്കാം. വോളിയത്തിന്റെ ഫോർമുല ആയിരുന്നു മോനെ? 1/3 പൈ ആർ സ്ക്വയർഡ് എക്സ്. 1/3 പൈ ആർ സ്ക്വയർ ചെന്നും കൊണ്ട് എഴുതുക. ദാറ്റ് ഈസ് 1/3 എഴുതുക, പൈ എഴുതുക, ആർ എഴുതുക. വാട്ട് ഈസ് ആർ? എന്ത് ചെയ്തോ 12 ഇവിടെ ഉണ്ട്. 12 ഇൻറ്റു 12 എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. 12ന്റെ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ ചില കുട്ടികൾ അത് പിന്നെ തെറ്റിക്കും. എന്തിനാ നമ്മൾ ചുമ്മാ തെറ്റിക്കുന്നതിന് വേണ്ടി നമ്മൾ പണിയുണ്ട്. ഓക്കെ, ഇൻറ്റു h ഇപ്പൊ കിട്ടിയായിരുന്നു 16. ഓക്കെ, അപ്പൊ ഈ 3 കൊണ്ട് ഒരു 12നെ വെട്ടിയാൽ എത്ര മോനെ? 4. അപ്പൊ 4 ഗുണം 12 ഗുണം 16. ഇതാ നമ്മുടെ ലാസ്റ്റ് കിട്ടിയ ഒരു പൈ ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യാം അല്ലയോ? 4 ഗുണം 12 ഗുണം 4 എത്ര മോനെ? 48 അല്ലേ? 48 ഗുണം 16. ഓക്കെ, 48 ഗുണം 16 ഞാൻ നിങ്ങൾ ചെയ്യുന്ന പോലെ അല്ല ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പൊ 4 ഗുണം 12 48. 48 ഇൻറ്റു 16 അല്ലേ? ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഈ 48നെ ഒന്ന് 50 ആയിട്ട് കരുതുക. അപ്പൊ 16 ഗുണം 50. 16 ഗുണം 50 എത്ര എന്ന് അറിയാൻ മോനെ? എളുപ്പം പറ. 16 ഗുണം 50 എന്ന് പറഞ്ഞാൽ 16 5 80 800 ആണ് അല്ലേ? 800 നിന്ന് ഒരു 32 കുറയ്ക്കും. ഓക്കെ, അപ്പൊ 8 7 ആൻസർ കിട്ടുന്നത്
768. ഓക്കെ, കിട്ടി. നോക്കിയോ, നിങ്ങൾ നോക്കിയോണേ. 768 എന്നാണ് കിട്ടിയത്. അപ്പൊ 768 പൈ, ദാറ്റ് ഈസ് 768 ഇൻറ്റു 3.14 ചെയ്യണം. ഓക്കെ, ബാക്കി ഇനി നിങ്ങളുടെ പണിയാണ്. ഞാൻ എല്ലാ വലിയ നമ്പറൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള അറിയാവുന്നതിലോട്ട് എത്തിച്ചു തരും. ബാക്കി ചെയ്യണം. അപ്പൊ ഇവിടെ 768 ഗുണം 3.14 768-നെ 314 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് വരത്തൂന്ന് ഇടത്തോട്ട് പോലെ 2 സാധനം മാറ്റി കുത്തിടുമ്പോൾ ആൻസർ കിട്ടി. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ അത്രയും കിട്ടും. ഓക്കെ, അതെല്ലാം കിട്ടി. ഇനി എന്താ പറയുക, ഒരു കാര്യം കൂടുണ്ട് കേട്ടോ. 1 ക്യൂബിക് സെന്റിമീറ്റർ ഓഫ് സോളിഡ് ഈസ് 9 ഗ്രാം. ഓക്കെ, ഒരു ക്യൂബിക് സെന്റിമീറ്ററിന് എത്രയാണ് മോനെ തന്നേക്കുന്നത്? 9 ഗ്രാം ആണ് വെയിറ്റ്. അങ്ങനെയാണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ്. ഒന്നുമില്ല, ഈ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ ഇയാളെ ഒരു 9 കൊണ്ടുകൂടി ഇന്ന് ഇൻറ്റു ചെയ്താൽ അത് ഗ്രാമിലായിരിക്കും കിട്ടുന്നത്, കിലോഗ്രാമിലല്ല ഗ്രാമിൽ കിട്ടും. ഓക്കെ, ഒരു 9 കൊണ്ട് ഇൻറ്റു ആണ്. ഈ കിട്ടുന്ന ആൻസറിനെ എഗെയിൻ ഒരു 9 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് ദ സോളിഡ് കോൺ കിട്ടിയിരിക്കും. ഓക്കെ, അത് നമുക്ക് കിട്ടുന്ന ഗ്രാമാണ്. ഗ്രാമിനെ കിലോഗ്രാം ആക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 3 അക്കം കൂടെ ഇടത്തോട്ട് വരണമെന്നേ, അത്രേ ഉള്ളൂ. ഓക്കെ, കുത്തിടുക, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, അല്ലാതെ കണ്ടു, ഇഷ്ടമായി, മനസ്സിലായി എന്ന് പറഞ്ഞു പോയാൽ എക്സാമിനെത്തുമ്പോൾ പണി പാടും. ഓക്കെ, അപ്പോൾ മാക്സിമം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ക്ലാസ്സുകൾ ഇനിയും വരും. എല്ലാവരും നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാകും എല്ലാവർക്കും. ഓക്കെ, ഞാനും പ്രാർത്ഥിച്ചേക്കാം. ഗുഡ് ബൈ.